മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ 5-ന് ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാകും മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗം ഉടൻ ചേർന്ന് കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. ശിവസേനയ്ക്കും എൻ.സി.പിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. സത്യപ്രതിജ്ഞ തീയതി വരെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു കൗതുകം കൂടി അതുകൂടി ഇനി നമുക്ക് അറിയേണ്ടതുണ്ട്. ഗൗതം, വിനോദ്, സത്യപ്രതിജ്ഞയുടെ തീയതി ഇന്നലെ രാത്രിയിലാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എക്സിലൂടെ വ്യക്തമാക്കിയത്. ആസാദ് മൈതാനിയിൽ ഡിസംബർ മാസം 5-ാം തീയതിയാകും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിസഭ രൂപീകരണം സംബന്ധിച്ചുള്ള ഏതൊക്കെ പ്രൊഫൈലുകൾ ആർക്കൊക്കെയാണ് നൽകേണ്ടത്, ഒപ്പം മറ്റ് മുന്നണികൾക്ക് നൽകേണ്ട മന്ത്രിസ്ഥാനങ്ങൾ, ഇത്തരം വിഷയങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രി ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ബി.ജെ.പി. ഇനിയും നടത്തേണ്ടതുണ്ട്. അതിന് ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന ശേഷം കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് ആ യോഗത്തിന് ശേഷമാകും മുംബൈയിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ബി.ജെ.പി. നടത്തുക. 2 ഉപമുഖ്യമന്ത്രി ഉണ്ടാകും. ഇപ്പോഴത്തേതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, അത് ദേവേന്ദ്ര ഫട്നാവിസും അതുപോലെ തന്നെ അജിത് പവാറുമായിരുന്നു ഈ കടന്നുപോയ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിമാരെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആകും ഒരുപക്ഷെ ശിവസേനയിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീകാന്ത് ഷിൻഡെ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതോടൊപ്പം തന്നെ എൻ.സി.പിയിലെ അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാകും. അതുകൂടാതെ മുഖ്യമന്ത്രി പദം ബി.ജെ.പി. ഏറ്റെടുക്കും. അത് നമുക്കറിയാം, അത് നേരത്തെ തന്നെ ധാരണയുള്ളതാണ്. 2022-ൽ ഇപ്പോഴത്തെ മഹായുതി സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബി.ജെ.പി. പറഞ്ഞിരുന്നത് 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുമെന്നുള്ളതാണ്. ആ ധാരണ പ്രകാരമാണ് അന്ന് ഏകനാഥ് ഷിൻഡെയെ ചെറു പാർട്ടിയായിട്ടും, അതായത് ബി.ജെ.പി. വലിയ കക്ഷിയും 40 സീറ്റുകൾ മാത്രമുള്ള ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിന് പിന്നിൽ ആ ഒരു ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും. ദേവേന്ദ്ര ഫട്നാവിസിനാണ് വലിയ സാധ്യതയുള്ളത്. അദ്ദേഹമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നയിച്ചത്. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചതെല്ലാം അദ്ദേഹമാണ്. അതിനാൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. അതിൻ്റെ ഒരു വിഷയം മാത്രമുള്ളത്, മറാഠ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് മറാഠ സംവരണത്തിനായി വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘടനകൾ ദേവേന്ദ്ര ഫട്നാവിസിനെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് എതിരായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 28% വരുന്ന ജനവിഭാഗമാണ് മറാഠ. ആ ഒരു വിഷയം കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. എങ്കിൽ പോലും ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ അതിൽ അന്തിമമായ തീരുമാനം ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് രൂപപ്പെടുക. അത് ഇതുവരെ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. മുംബൈയിലാകും ഈ യോഗം ചേരുക. ആ യോഗത്തിൽ എം.എൽ.എമാർ ഒരു കക്ഷി നേതാവിൻ്റെ പേര് നിർദ്ദേശിക്കും. അതിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിൽ നിന്ന് 2 നിരീക്ഷകരെ ഡൽഹിയിൽ നിന്ന് അയക്കും. അവരുടെ നേതൃത്വത്തിലാകും ആ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വെച്ച് പിന്നീട് കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. വിനോദ്, അങ്ങനെ തന്നെയാണ്. ഡിസംബർ 5-നാണ് മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ്. എൻ.സി.പിക്കും ശിവസേനയ്ക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനമുണ്ടാകും. ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യം തൊട്ടടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിയും. നൽകുകയായിരുന്നു ഗൗതം.